വെള്ളായണിയിൽ നിന്ന് സുമ ഉണ്ട്. ശ്രീമതി സുമ, വെള്ളം വന്നോ? ഇതുവരെ വന്നില്ല. ഇത് ആറല്ല ഏഴാമത്തെ ദിവസമായി സാർ. ഇതുവരെ വെള്ളം ഞങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടില്ല. ഇപ്പൊ ഞങ്ങള് രാത്രിയിലൊക്കെ ഞങ്ങൾ മുടുക്ക് വഴിയാണ്, ഇറക്കത്തിലൊക്കെ ചെന്ന് രാത്രി 9-11 മണിക്കൊക്കെ വണ്ടിയിൽ വെള്ളം വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വയസ്സായ ആൾക്കാരാണ്. ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതാണ്. നൈറ്റിന് പോയി രാത്രിയിലൊക്കെ ആരാണ് ഇവിടെ താഴെ വെള്ളം കൊണ്ടുവന്നിട്ട് പൊക്കി കയറ്റി മേളിലോട്ട് കൊണ്ടുവരുന്നത്? വന്നതുപോലും ഞങ്ങൾ അറിഞ്ഞില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇത്രയും ദിവസം മേളിലും താഴെയൊക്കെ കുറച്ച് ടാങ്കിൽ വെള്ളം കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എല്ലായിടത്തും പ്രതിസന്ധി കഴിഞ്ഞെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് 7 ദിവസമായി, 7ാമത്തെ ദിവസമാണ് ഞങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ട്. ഇപ്പൊ ശരിയാക്കി തരാന്നാണ് നമ്മളും ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. പൈപ്പ് തുറക്കുമ്പോൾ അതിനൊരു കാറ്റ് പോലും വരുന്നില്ല. കാറ്റ് വരുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ടായോ വെള്ളം വരുമല്ലോ എന്ന്. പക്ഷെ അതും ഇല്ല. ഞങ്ങൾക്ക് 7ാമത്തെ ദിവസമാകുമ്പോൾ ഞങ്ങൾക്ക് വയസ്സായ ആൾക്കാരുണ്ട്, നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്നവരാണ്. അപ്പം ഞങ്ങൾക്കിത് തിരിച്ച് വരുമ്പോൾ ഞങ്ങൾക്ക് വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നില്ലല്ലോ. ആരോട് പറയാനാണ്? നമുക്കിപ്പോൾ എവിടെയെങ്കിലും ചെന്നാൽ ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ 1-2 കുടം വെള്ളം എടുക്കാം. നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്താൻ നമുക്ക് അത് പറ്റില്ല. കൊച്ചു കുട്ടികളുണ്ട്, വയസ്സായ ആൾക്കാരുണ്ട്, നമുക്ക് ഡ്യൂട്ടിക്ക് പോകണം. അപ്പൊ ഇതെല്ലാ കാര്യങ്ങളും നോക്കണമെങ്കിൽ ഇവർ ഈ പറയുന്നത് പോലെ പ്രതിസന്ധി നോക്കുമ്പോൾ എല്ലായിടത്തും പ്രതിസന്ധി പരിഹരിച്ചത് പറഞ്ഞ പരിഹരിക്കപ്പെടാത്ത സ്ഥലങ്ങളിൽ ഇനി ഒരുപാട് കിടക്കുന്നുണ്ട്. ഞങ്ങൾ എന്തോരം ബുദ്ധിമുട്ട്. ഞങ്ങൾ ഇന്നലെ പ്രതീക്ഷയോടുകൂടി ഇരുന്നു ഇന്നലെ രാത്രിയിലെങ്കിലും വരുമെന്ന്. ഇന്ന് ഇതുവരെയും വന്നിട്ടില്ല. പിന്നെ എന്ത് പ്രതിസന്ധിയാണ് പരിഹരിച്ചെന്ന് പറയുന്നത്? അതാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ശ്രദ്ധിക്കട്ടെ അല്ലേ? നമുക്കും ചെയ്യാൻ കഴിയുന്ന ഇതാണ്. പരമാവധി ആളുകളുടെ ബുദ്ധിമുട്ടുകൾ താങ്ക് യു സാർ. നിങ്ങളുടെ നമ്പർ തന്നതുകൊണ്ട് ഞങ്ങളുടെ ബുദ്ധിമുട്ട് നിങ്ങൾ അറിയിക്കാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ കാരണം. വേറെ എവിടെയെങ്കിലും വാട്ടർ അതോറിറ്റി വിളിച്ചാലും എവിടെ വിളിച്ചാലും അവർ പല എക്സ്ക്യൂസുകൾ പറഞ്ഞങ്ങ് പോകുന്നുണ്ട്. പക്ഷെ നിങ്ങളിങ്ങനെ ഒരു നമ്പർ തരുമ്പോൾ നിങ്ങളിത് പബ്ലിക്കിന് മുമ്പ് പറയുമ്പോൾ നമ്മൾ സപ്പോർട്ടിന് ആളുണ്ടെന്നൊരു തോന്നലുണ്ട് ഞങ്ങൾക്ക്. അല്ല, ഇപ്പൊ സ്ഥലങ്ങൾ കൃത്യമായിട്ട് ഇപ്പൊ ചേച്ചിയുടെ സ്ഥലം വെള്ളായണി അല്ലെങ്കിൽ തമ്പുരാമൊക്കെ കരമന എവിടുന്നൊക്കെ വെള്ളമില്ലാന്ന് പറയുന്നത് കറക്റ്റ് എവിടെയാണ്? തെന്നൂരിലെ. അപ്പൊ ആ പരിസരത്ത് ഒരു അടുത്തൊന്നും വെള്ളം കിട്ടിയിട്ടില്ല? അടുത്ത് ഒരു ഇറക്കത്തിൽ കുറച്ച് നൂല് പോലെയൊക്കെ കുറച്ച് പേർക്കൊക്കെ വെള്ളം കിട്ടി. ഞങ്ങൾ കുറച്ച് കയറ്റത്താണ്. അങ്ങോട്ട് ഒരു വീടുകളിലും ഇവിടെ ഒരു 10-15-20 ഫാമിലിയോളം ഉണ്ട്. അവിടെ ഒരിടത്തും വെള്ളമില്ല. ഇന്ന് കുട്ടികളൊക്കെ സ്കൂളിൽ വിടാൻ പറ്റിയോ? മോള് ഇന്നലെ സ്കൂളില്ലായിരുന്നല്ലോ. ഇന്നലെ മോളെ ഞങ്ങൾ വെള്ളമൊക്കെ എടുത്ത് പരീക്ഷയാണ്, +2 പഠിക്കുന്ന. അപ്പൊ അവരെയൊക്കെ നമുക്ക് കാർമലിലാണ്. അപ്പൊ അവർക്ക് നമുക്ക് വിടാണ്ടിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ അടുത്ത വീട്ടിനൊക്കെ വെള്ളം എടുത്തുകൊണ്ടൊന്ന് കുളിപ്പിച്ചും നനച്ചും അവരെ വിട്ടു. അവരെ കാര്യങ്ങൾ നമ്മൾ പെൻഡിങ് ഇടാൻ പറ്റില്ല. ഞാൻ ഡ്യൂട്ടിക്ക് പോയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് കാരണം, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മൾ ടാങ്കർ ലോറിയിൽ പ്രൈവറ്റ് ആയിട്ടൊക്കെ വിളിക്കുമ്പോൾ എത്ര രൂപ കൊടുക്കണം? നമ്മൾ ചെറിയ മുടുക്ക് വഴികളുണ്ട്, വണ്ടി ഇങ്ങോട്ട് കയറത്തില്ല. അപ്പൊ നമുക്കിതെല്ലാം നമുക്ക് നോക്കണം, എങ്ങനെയാണിത് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുകയാണ്. ഈ പറയുന്ന നമ്മൾ നിങ്ങളുടെ ഈ മാധവ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുവാണ്. ഞങ്ങൾക്ക് അത് കാണുമ്പോൾ വല്ലാത്തൊരു ആശ്വാസം തോന്നും. പക്ഷെ എന്ത് ചെയ്യാൻ, നമുക്കിതുവരെ 7 ദിവസമായില്ലേ, ഇതുവരെ വെള്ളം കിട്ടാണ്ടിരിക്കും. വലിയ വിഷമമാണ് ഞങ്ങൾക്ക്. അതെ, നമ്മൾ ഈ കഴിഞ്ഞ 2-3 ദിവസമായി ഇതിന്റെ പിന്നാലെ നിൽക്കുന്നുണ്ട്. എല്ലാം ശരിയാക്കി തരുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. മന്ത്രി പറഞ്ഞ സമയമൊക്കെ എത്രയോ കഴിഞ്ഞു പോയി അല്ലേ? എല്ലാം കേട്ടാണല്ലോ. മന്ത്രി പറഞ്ഞ സമയം കഴിഞ്ഞു പോയി, മേയർ പറഞ്ഞ സമയം കഴിഞ്ഞു പോയി, എല്ലാം കഴിഞ്ഞു പോയിട്ടും പരിഹാരമില്ല. എങ്കിലും സാർ വളരെ നന്ദിയുണ്ട്. ഞങ്ങൾ ഈ ഒരു കോൾ അറ്റൻഡ് ചെയ്യാനും ഞങ്ങളുടെ വിഷമം കേൾക്കാനും കാണിച്ചൊരു മനസ്സിന് വളരെയധികം നന്ദിയല്ല. ഞങ്ങളുടെ ജോലി ഞങ്ങളും നിങ്ങളും എന്നില്ല, നമ്മൾ എല്ലാവരുടെയും ജോലി ഇതാണ്. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അത് ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കുക എന്നതാണ് നമ്മൾ ചെയ്യുന്നത്. അത് അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ പേരിലെങ്കിലും അവർക്കൊന്ന് നടപടി എടുക്കാൻ തോന്നട്ടെ അല്ലേ? ആ സീറ്റിൽ നിന്നൊക്കെ ഇളകി ജോലി എടുക്കാൻ തോന്നട്ടെ എന്നേ നമുക്ക് പറയാൻ കഴിയും. വളരെ നന്ദി സുമ പ്രതികരിച്ചതിനെ. ഇപ്പോൾ അമ്പലത്തറയിൽ നിന്നും ശ്രീപ്രസാദ്. അപ്പോൾ എത്ര സ്ഥലങ്ങളിൽ നിന്ന് പ്രേക്ഷകരുടെ കൂടി ശ്രദ്ധിക്കുക, പല സ്ഥലങ്ങളിൽ നിന്നാണ് ഈ ആളുകൾ വിളിക്കുന്നത്. അപ്പൊ അവിടെയൊന്നും വെള്ളം എത്തിയിട്ടില്ല. ശ്രീപ്രസാദ്, വെള്ളം കിട്ടിയോ? ഇല്ല, വെള്ളം നമുക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ അത് അമ്പലത്തറയിലെ മിൽമ അവിടുന്ന് ബണ്ട് റോഡ് ഉണ്ടല്ലോ, കുഞ്ചറുള്ള പോകുന്ന ബണ്ട് റോഡ്. പറഞ്ഞോളൂ കേക്കാം. ആ ഭാഗത്താണ് നമുക്ക് വെള്ളം ഇല്ലാത്ത. ഇപ്പോ മിൽമ നമുക്ക് കൊഞ്ചറുള്ള ഭാഗം മുതലേ ഇപ്പൊ വെള്ളം കിട്ടുന്നില്ല. ഈ നൂല് പോലെയെങ്കിലും വരുന്നുണ്ടോ? അതെങ്കിലും കാറ്റെങ്കിലും വന്ന് അല്പസമയത്തിന് വെള്ളം കിട്ടുന്നുള്ള ആശ്വാസം വരുന്നില്ല. എന്തെങ്കിലും കാറ്റെങ്കിലും വരണ്ടേ, അതുപോലും ഇല്ല. ടാങ്കറിലെല്ലാം വെള്ളം കൊണ്ടുവന്നായിരുന്നോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ? ടാങ്കറിൽ വെള്ളം കൊണ്ടുവന്നായിരുന്നു. പക്ഷെ ആ വെള്ളമൊക്കെ തീർന്നു. നമുക്ക് ഒരുപാട് ഇതുണ്ടല്ലോ. ഇതാണ് അവസ്ഥ. വളരെ നന്ദി ശ്രീപ്രസാദ്. കണ്ടോ, പലയിടങ്ങളിൽ നിന്ന് ആളുകൾ വിളിക്കാൻ, ആളുകളുടെ ഒരു മനസ്സിലെ വിഷമമാണ് സത്യം പറഞ്ഞാൽ ഈ പുറത്തു വരുന്നത്. കാരണം ഇത് ആരോടുള്ള ദേഷ്യമല്ല. നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയില്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അറിയാലോ. അപ്പോഴാണ് ഈ 6-7 ദിവസമായിട്ട് വെള്ളമില്ലാത്ത അവസ്ഥ. വലിയ വെള്ളം അടുത്ത സ്ഥലത്ത് നിന്നാണ് ശ്രീ ശിവൻ. പറയൂ, കാറ്റെങ്കിലും ഉണ്ടോ? വെള്ളം വരുമോ?
ഇത് രാത്രി കുറച്ച് സമയം വന്നായിരുന്നു, പിന്നെ അതിനുശേഷം ഇതുവരെ ഇല്ല. ഇല്ല. എപ്പോഴാ വെള്ളം കിട്ടിയതപ്പോ? വെള്ളം ഇന്നലെ രാത്രി ഒരു 6 മണിയാകുമ്പം കിട്ടി. എന്നുവെച്ചാൽ ഇന്ന് ഒരു ദിവസത്തേക്ക് തള്ളി പോകാനുള്ള വെള്ളം ശേഖരിക്കാനെങ്കിലും പറ്റിയോ? ഇല്ല, ഒന്നും പറ്റിയില്ല. ടാങ്കിൽ വെള്ളം കയറി വെള്ളം പിടിച്ചൊരു 8 മണിക്കൊക്കെ വന്നു, ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നിൽക്കുകയും ചെയ്തു. അപ്പോൾ കുടിക്കാനുള്ള വെള്ളം മാത്രം എടുത്ത് വയ്ക്കാൻ പറ്റി. എന്തൊരു കഷ്ടമാണ്. നിങ്ങളുടെ ആ ഭാഗത്തൊക്കെ ആരെങ്കിലും വന്ന ഈ കൗൺസിലർമാരും മറ്റ് ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ അവരൊക്കെ ഒന്ന് അന്വേഷിക്കുന്നുണ്ടോ ഇത്? വന്നായിരുന്നു, ടാങ്കറിൽ വെള്ളം കൊണ്ട് വന്നു. പക്ഷെ ഞങ്ങളൊരു ഇടവഴിയാ, ഇങ്ങോട്ട് കയറാനുള്ള സൗകര്യം ഇല്ല, അതാണ് ബുദ്ധിമുട്ടായത്. ഓക്കെ, എന്തായാലും അന്വേഷിച്ച് വന്നല്ലോ, അതെങ്കിലും ആശ്വാസം. അപ്പോൾ ശ്രീ ശിവൻ കാത്തിരിക്കാന്നല്ല, തൽക്കാലം നിർവാഹമില്ല, പലയിടത്തും പരീക്ഷയുള്ളതാ, പരീക്ഷ വിടാൻ പറ്റിയില്ല, ഒന്നും നടന്നില്ല കാര്യങ്ങള്. അപ്പോൾ എന്ന് മുതൽ നമ്മൾ കേൾക്കുന്നതാണ് ഇപ്പം ശരിയാവുന്നു, പക്ഷേ ശരിയായിട്ടില്ല. നമുക്ക് ശരിയാവുന്ന ഓർത്തിരിക്കാൻ ശ്രീ ശിവൻ, വളരെ നന്ദി അവസ്ഥ അറിയിച്ചതിന്. ഇപ്പോൾ കൈമനത്ത് നിന്ന് രാജ്, എല്ലാം വ്യത്യസ്ത സ്ഥലങ്ങളാണ്, പ്രേക്ഷകർ ശ്രദ്ധിക്കുക. അപ്പോൾ പരിഹാരമായി എന്ന് വാട്ടർ അതോറിറ്റി പറയുന്നത് എവിടെയാണ് പരിഹാരം എന്ന് അറിയില്ല, കാരണം അത്രയേറെ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വിളിച്ചു കഴിഞ്ഞു. ശ്രീ രാജ്, കുറച്ചെങ്കിലും വെള്ളം കിട്ടിയോ ഇന്നത്തെ ദിവസം കഴിച്ചു കൂട്ടാൻ? കൈമനം തിരുവല്ലം റോഡിൽ ഒരു തുള്ളി വെള്ളമില്ല. കൈമനം തിരുവല്ലം ഈ കരിമം ഏരിയ, ആ റൂട്ടിലെ ലൈനൊക്കെ ആരെങ്കിലും ചെക്ക് ചെയ്യുന്നുണ്ടോ? എന്താ വെള്ളം കിട്ടാത്തതെന്ന് അന്വേഷിക്കുന്നുണ്ടോ? ആരുമില്ല, ഈ ഏരിയയിൽ ആരുമില്ല. കൊള്ളാം. കഴിഞ്ഞ ഈ 6-7 ദിവസം എങ്ങനെയാണ് കടന്നു പോയത്? നിങ്ങൾക്ക് കിണർ സൗകര്യം ഉണ്ടോ, അതെയോ ടാങ്കറിൽ വെള്ളം കുറച്ചെങ്കിലും കിട്ടിയോ? എങ്ങനെയാ? ടാങ്കറിലും വെള്ളമില്ല, വെള്ളം എത്തിയിട്ടില്ല. അല്ല, ടാങ്കർ ചോദിച്ചു കഴിഞ്ഞാൽ 1500-2000 രൂപയാണ്. ഈ കിട്ടിയ അവസരം മുതലാക്കാനാണ്. പൂർവ്വസ്ഥിതിയായി എവിടെ പൂർവ്വസ്ഥിതിയായി? ഒരുപാട് ഏരിയയിലൊന്നും വെള്ളമൊന്നും കിട്ടിയില്ല ഇതുവരെ. അതെ അതെ അതെ. പ്ലീസ് ഒന്ന് അവരെ അതോറിറ്റിയെ ഇൻഫോം ചെയ്യും പ്ലീസ്. ഇതാ നമ്മളിത് കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മന്ത്രി കാണുന്നുണ്ടാകണം, അല്ലെങ്കിൽ അറിയുന്നുണ്ടാകണം, മേയർ അടക്കമുള്ളവർ അറിയുന്നുണ്ടാകണം, വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാർ അറിയുന്നുണ്ടാകണം. പക്ഷേ അവർ പറയുന്നതെന്ന് വെച്ചാൽ എയർ ബ്ലോക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ എയർ ബ്ലോക്ക് റിലീസ് ചെയ്യുന്ന വാൽവ്, അങ്ങനെ കാര്യങ്ങളുണ്ട്. എനിക്കറിയാൻ വയ്യ ഇവരെന്താണ് ചെയ്യുന്നത് ഈ വാട്ടർ അതോറിറ്റി. നിങ്ങൾ വിളിക്കുന്ന നമ്പറുകളെല്ലാം ക്വാളിഫൈഡ് ഒന്നുമില്ല. ഒരു ക്വാളിഫൈഡ് ആൾക്കാർ ഈ വാട്ടർ അതോറിറ്റിയിൽ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ല, അത് ഇവിടുത്തെ MLA തന്നെ പറഞ്ഞു, അനുഭവ സമ്പത്തില്ലാത്തവരാണ് പ്രധാന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ. MLA തന്നെ പറഞ്ഞു, ക്വാളിഫൈഡ് അല്ലാത്ത ആണ് അവിടെ ജോലി ചെയ്തതെല്ലാം. എനിക്കറിയാൻ പ്ലീസ് എങ്ങനെയെങ്കിലും ഒന്ന് അവരെ. തീർച്ചയായും ഞങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ വിളിച്ച പ്രേക്ഷകരൊക്കെ നമ്പറുകൾ വാട്ടർ അതോറിറ്റിയിൽ അറിയിക്കുന്നതാണ്. അങ്ങനെയെങ്കിലും അവിടെ വിളിക്കുകയോ ഒന്ന് അന്വേഷിക്കുകയെങ്കിലും ചെയ്താൽ അല്പം ആശ്വാസമുള്ളൂ. അപ്പോൾ അതെങ്കിലും ഉണ്ടാകുമെന്ന് വിചാരിക്കാൻ വളരെ നന്ദി പ്രതികരിച്ച പ്രേക്ഷകർക്കൊക്കെ. അമൽ നമുക്കൊപ്പം ചെയ്യുന്നുണ്ട്. ശരി, ഒരു പ്രേക്ഷകരിലേക്ക് കൂടി പോയിട്ട് വരാം. ശ്രീ ജോസഫ്, പറയൂ, എന്താണ് സ്ഥിതി വട്ടിയൂർക്കാവിൽ എന്താ സ്ഥിതി? ശ്രീ ജോസഫ്, കേൾക്കാമോ? കേൾക്കാം. വട്ടിയൂർക്കാവിൽ വെള്ളം കിട്ടിയോ? ഇല്ല, ഒരു തുള്ളി പോലും ഇല്ല. ഒരു തുള്ളി പോലും ഇല്ല. ഞാനിപ്പോ തുറന്നു നോക്കിച്ചു വരിക, ഒരു തുള്ളി പോലും വെള്ളമില്ല. നമ്മളിങ്ങനെ പൈപ്പും തുറന്ന് അതിന്റെ അടിയിൽ ഇങ്ങനെ നോക്കിയിരിക്കേണ്ട അവസ്ഥയാണല്ലേ? എന്തൊരു ചെയ്യാവുന്ന 6ാമത്തെ ദിവസമാണ്. എങ്ങനെയാണ് ഈ ദിവസങ്ങളൊക്കെ കടന്നുപോയത്? ഇനി അതിനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് എന്തോ പ്രയോജനം? കടന്നുപോയി. അല്ല, വെള്ളം എങ്ങനെ ഇപ്പൊ ആരെങ്കിലും എത്തിച്ചേരുയോ? ടാങ്കർ വഴി അങ്ങനെയെങ്കിലും ഒരു സഹായമെങ്കിലും കിട്ടിയോ? അത് അതിനെ കുറിച്ചൊന്നും പറയാതിരിക്കുക, അതിന് പിന്നെ വിമർശനമാകും. വേണ്ട, നിർത്തട്ടെ. ശരി, കണ്ടോ, ശബ്ദത്തിൽ പോലും ആ ഒരു നമ്മുടെ നിരാശയും നിസ്സഹായാവസ്ഥയും ഒക്കെയാണ്. ഒരു സാധാരണ പൗരൻ്റെ ശബ്ദമാണ് ഈ കേൾക്കുന്നത്. ഒരു സാധാരണ മനുഷ്യൻ, അവനവൻ്റെ കാര്യങ്ങളുമൊക്കെയായി മറ്റുള്ളവരൊക്കെയായി വളരെ സഹകരിച്ച് ജീവിച്ചു പോകുന്ന മനുഷ്യർ വെള്ളം കിട്ടാതെ വരുമ്പോൾ എത്രത്തോളം സങ്കടപ്പെട്ടു പോകുന്നു, അവരുടെയൊക്കെ ശക്തമായി പ്രതിഷേധിക്കുന്നു. ആലോചിച്ച് നോക്കി, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വരെ പറയുന്ന അവസ്ഥയിലേക്ക് അത് എത്തിച്ചത് നമ്മുടെ സംവിധാനങ്ങളാണ്. ജനങ്ങളെ പ്രതിഷേധിക്കാൻ പോലും അലസന്മാരൊക്കെ, അല്ലെങ്കിൽ വേണ്ടി ഇനി പ്രതിഷേധിച്ചിട്ട് എന്ത് കാര്യം എന്നൊന്ന് തോന്നുന്ന അവസ്ഥയിലേക്ക് ജനങ്ങളെ എത്തിച്ചത് നമ്മുടെ സിസ്റ്റമാണ്. അതിന് ഉത്തരവാദിത്തപ്പെട്ടവരാണ് മറുപടി പറയേണ്ടത്.